ഹായ് ഷാജീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ 30 ഡേയ്സ് ചലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ. ഓക്കെ, ഫസ്റ്റ് ഡേ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്തവരെല്ലാവരും തന്നെ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഡേ 1 ഡൺ എന്ന് നിങ്ങൾ കമൻറ്റ് കൊടുക്കണം. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഡേ 2 എന്താണ് പ്രാക്ടീസ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, എന്താണ് ഡേ 2 മാജിക്കൽ പ്രാക്ടീസ്? ഓക്കെ, ഡേ 1 നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതിയല്ലേ, 10 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതി. ഇനി ഡേ 2 പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് പല കടപ്പാടുകളും ഉണ്ടല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരാകട്ടെ, നമ്മുടെ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, പാരൻസ്, മീൻസ് നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ കൊളീഗ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും. ഓക്കെ, അപ്പം ഇവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും നമ്മളിൽ പലരും നമുക്ക് പല ബാഡായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പം എന്തെങ്കിലും കാര്യം അവരിൽ നിന്നൊക്കെ നമുക്ക് ഹർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ചിലപ്പം നമ്മൾ ചിലപ്പോൾ അവർക്ക് ഫോർഗീവ്നെസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളും ഫോർഗീവ്നെസ് തന്നിട്ടുണ്ടാവും. മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള 5 ആൾക്കാരുടെ പേര് നമ്മൾ എഴുതി വെക്കുക. ആദ്യം ഈ 5 പേഴ്സൺസിൻ്റെ പേര് നമ്മൾ എഴുതി വെച്ചിട്ട് ഈ ഓരോരുത്തരും നമുക്ക് വേണ്ടി ചെയ്തു തന്ന 5 നല്ല കാര്യങ്ങൾ. ശരിക്കും നമ്മൾ ഈ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, മീൻസ് നമുക്ക് നമ്മളോട് ദേഷ്യമോ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും നമ്മൾ ചിലപ്പം മൈൻഡിലൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ടോ, അവർക്ക് നമ്മൾ അത്രയൊക്കെ ചെയ്തിട്ട് അവർ നമ്മളോട് ഇതൊക്കെയാണല്ലോ ചെയ്തത്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അങ്ങനെയുള്ള 5 പേര് നമ്മൾ എഴുതുക, നമ്മുടെ ബുക്കിനകത്ത് എഴുതുക. ഈ 5 പേര് എഴുതി കഴിഞ്ഞിട്ട് ഈ ഓരോരുത്തരുടെയും പേര് എഴുതി കഴിഞ്ഞ് ഓരോരുത്തരുടെയും പേരിൻ്റെ നേരിൽ നമ്മൾ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള 5 നല്ല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേര് എഴുതിയിട്ട് ഓക്കെ, അവർ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ, 5 നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. അവിടെ നമുക്ക് അവരോടൊരു മീൻസ് ഇപ്പം നമ്മുടെ കൊളീഗ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്, ഇവരോടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാൻ, എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതല്ല നമ്മൾ എഴുതാനുള്ളത്. നമുക്ക് അവരെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടാവും. ഈവൻ നമുക്കൊരു നേരത്തെ ഭക്ഷണം തന്നു എന്ന് വിചാരിച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഡ്രോപ്പ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പ് ആണെങ്കിൽ പോലും നമുക്കൊരു ചെയ്തു തന്നിട്ടുള്ള 5 ഹെൽപ്പുകൾ നമ്മൾ ഓരോരുത്തരുടെയും പേരിൻ്റെ താഴെ നമ്മൾ ഇന്നത് ചെയ്തു തന്നതിന് നന്ദി, പ്രപഞ്ചശക്തിക്ക് നന്ദി, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതണം. ഈ ഗ്രാറ്റിറ്റ്യൂഡിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ പ്രാക്ടീസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഓസ്ട്രേലിയൻ റൈറ്റർ ഉണ്ട്, റോണ്ട ബേൺ എന്ന് പറഞ്ഞിട്ട്. റോണ്ട ബേണിൻ്റെ ബുക്കുകളിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാജിക്കൽ പ്രാക്ടീസിനെ കുറിച്ചും അത് 100%ഉം ആളുകളിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നതിനെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പം ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ മാജിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡേ 1 ചെയ്തു കഴിഞ്ഞവർ ഡൺ ഇടുക. ഡേ 2 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ ഈ 28 ഡേയ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാജിക്കൽ ചലഞ്ചസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും ഉറപ്പായിട്ടും. എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. ഞാനിവിടെ വെറുതെ വന്നിരുന്ന് പറയുന്നത് കൊണ്ട് കാര്യമായില്ല. എന്നെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഞാൻ ഷജീല ഹലീമ, ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒപ്പം ലൈഫ് കോച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഫ്രീ ആയിട്ട് 1-to-1 സെഷൻ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഹാപ്പിനെസ്, ഈ മേഖലകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. ചിലർക്ക് ജോബ് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ജോബ് കുറേ സെർച്ച് ചെയ്ത് എന്നിട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല. ശരിക്കും അവരുടെ പ്രശ്നമല്ല കേട്ടോ. നമുക്ക് കഴിവില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും നല്ല കഴിവുകളുണ്ട്. പക്ഷെ എന്തൊക്കെയോ ബ്ലോക്കുകൾ എവിടേക്കോ നമ്മൾ ചിലപ്പം ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യലി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല.
അല്ലെങ്കിൽ നമുക്കൊരു ജോബിന് വേണ്ടി നമ്മൾ കുറേ ട്രൈ ചെയ്തു, നമുക്ക് അതിലൊന്നും ഒരു നേട്ടം ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ജോബിൽ തന്നെ ഒരു പ്രൊമോഷൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അത് നമുക്ക് നടത്താൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് ക്യാഷ് സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സേവ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ഹെൽത്ത് വൈസ് കുറച്ച് ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ചില റിലേഷൻഷിപ്പുകൾ ഒരിക്കലും നമുക്ക് എന്താ പറയുക ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്ലോക്കുകളുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സാണ്. നെഗറ്റീവ് തോട്ട്സ് ഉള്ളിടത്ത് ഒരിക്കലും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ കഴിവുകളെയൊക്കെ നമുക്ക് എന്താ പറയാനാ റിയാലിറ്റിയിലേക്ക്, നമ്മുടെ ഡ്രീംസിനെയൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലെൻസ് ആക്കി വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പടിപടിയായിട്ടുള്ള പ്രാക്ടീസാണ് ഈ 28 ചലഞ്ചസിലൂടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിസ്സാക്കരുത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ 1-to-1 സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. 1-to-1 സെഷൻ ഇപ്പോൾ ഇനിഷ്യലി ഞാൻ ഫ്രീ ആണ് കൊടുക്കുന്നത്. എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക് കോഴ്സ് കഴിയുമ്പോഴത്തേനും കുറച്ച് പേർക്കൊന്ന് ഫ്രീ ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അൽഹംദുലില്ലാ. അപ്പം അതിൻ്റെ എന്താ പറയുക ആദ്യപടി എന്നോണമാണ് ഞാൻ ഇപ്പം ഒരു ഏകദേശം 8 പേർക്ക് ഞാൻ ഫ്രീ സെഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പം 7 ഡേയ്സാണ് ഫ്രീ സെഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1-to-1 ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനെയും കൊളീഗ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, റിലേറ്റീവ്സിനും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും Day 2 ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് സീ യു ടുമോറോ ഫോർ Day 3 ചലഞ്ച്. ഓക്കെ, താങ്ക് യു.